നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരായിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ കറൻസി എന്ന് നമ്മുടെ ഇന്ത്യൻ കറൻസി പേപ്പർ കറൻസിയാണ്. അപ്പോൾ ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസി എന്താണ്? രൂപ. ഇന്ത്യൻ കറൻസി രൂപയാണ് കേട്ടോ. ഇന്ത്യൻ കറൻസി രൂപ. അതുപോലെ ഇന്ത്യൻ കറൻസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രൂപയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഷേർഷാ സൂരി. ആരാണ്? ഷേർഷാ സൂരിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ കറൻസി. ആൻസർ രൂപ. രൂപയുടെ പിതാവ് ആരാണ്? ഷേർഷാ സൂരി. ഫാദർ ഓഫ് രൂപ. ആൻസർ ഷേർഷാ സൂരി. രൂപയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഷേർഷാ സൂരിയെയാണ്. അതുപോലെ രൂപയുടെ ലോഗോ ഡിസൈൻ ചെയ്തത് ആരാണ്? D. ഉദയകുമാറാണ്. ദ ലോഗോ ഓഫ് രൂപ വാസ് ഡിസൈൻഡ് ബൈ D. ഉദയകുമാർ. അതുപോലെ പറയുകയാണ്, കറൻസി നോട്ട് പ്രസ് എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രസ് ദേവാസ് മധ്യപ്രദേശിലെ ദേവാസിലാണ് കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത്. കറൻസി നോട്ട് പ്രസ് ഒക്കെ എന്തിൻ്റെ അണ്ടർ കൺട്രോളിലാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടർ കൺട്രോളിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ₹1 നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടിലും ഒപ്പുവെക്കുന്നവരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. ഓൾ കറൻസി നോട്ട്സ് ആർ സൈൻഡ് ബൈ റിസർവ് ബാങ്ക് ഗവർണർ എക്സെപ്റ്റ് ₹1 നോട്ട്. ₹1 നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടിലും ഒപ്പുവെക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. അതുപോലെ ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. സെൻട്രൽ ഫിനാൻസ് സെക്രട്ടറിയാണ് ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത്. ₹1 നോട്ട് വാസ് സൈൻഡ് ബൈ സെൻട്രൽ ഫിനാൻസ് സെക്രട്ടറി, കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ₹1 നോട്ടും നാണയങ്ങളും ഉണ്ടാക്കുന്നത് ആരാണ്? നാണയങ്ങൾ ₹1 നോട്ടും നാണയങ്ങളും നിർമ്മിക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് കേട്ടോ. കോയിൻസ് ആൻഡ് ₹1 നോട്ട് ആർ പ്രിന്റഡ് ബൈ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. കോയിൻസ് ആർ മേഡ് ബൈ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കറൻസി നോട്ടിലെ 17 ഭാഷകളിൽ ഇന്ത്യൻ കറൻസിയുടെ രൂപയുടെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. In currency notes, the value of currency represented 17 languages of currency notes. 17 ഭാഷകളിൽ കറൻസിയുടെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ലാംഗ്വേജ് ഏതാണ്? അതായത് കറൻസിയിൽ ഏറ്റവും മുകളിലായിട്ട് അടയാളപ്പെടുത്തിയിരുന്ന ലാംഗ്വേജ് ഏതാണ്? കറൻസിയുടെ മൂല്യം ഏറ്റവും മുകളിലായിട്ട് എഴുതിയ ലാംഗ്വേജ് ആസാമീസ് ലാംഗ്വേജിലാണ്. അതുപോലെ കറൻസിയുടെ മൂല്യം ഏറ്റവും താഴെയായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഉറുദു ഭാഷയിലാണ്. അതിനിടയിലായിട്ട് മലയാളത്തിലും രൂപയുടെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ സ്ഥാനം 7ാമതാണ്. 7th പൊസിഷൻ. അതുപോലെ തന്നെ കറൻസി നോട്ടിലെ ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പല വീഡിയോകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തൽക്കാലം അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല.